നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ രാജ്യത്തെ നക്സലിസത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന്. അതിന് ചുക്കാൻ പിടിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി കളത്തിലിറങ്ങിയപ്പോൾ 180 ജില്ലകളിൽ പടർന്നു പന്തലിച്ചിരുന്ന നക്സൽ പ്രസ്ഥാനം ഇപ്പോൾ ചുരുങ്ങി 6 ജില്ലകളിലെ ചിലയിടങ്ങളിൽ മാത്രമായി ഒതുക്കാൻ കഴിഞ്ഞു. അതിന് അക്ഷീണ പ്രയത്നവുമായി അമിത്ഷായും ഒപ്പം നമ്മുടെ വീര സൈനികരും മുൻനിരയിൽ നിന്നു. അനവധി ഓപ്പറേഷനുകൾ, ഓപ്പറേഷൻ സങ്കല്പ്, ഓപ്പറേഷൻ കഗാർ, ഓപ്പറേഷൻ കുറഗുഡെ തുടങ്ങി അനവധി നക്സലുകളെ ഇല്ലാതാക്കുവാൻ നടത്തിയ ഓപ്പറേഷനുകൾ. ചിലർ കീഴടങ്ങി, ചിലർ കൊല്ലപ്പെട്ടു, സ്ഫോടക വസ്തുക്കളും മറ്റും പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ വന്നു. പക്ഷേ ഈ അടുത്ത് സിന്ദൂർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു നക്സൽ ഓപ്പറേഷൻ നടന്നു. ഏപ്രിൽ 21-നായിരുന്നു അത്. ഒരുപക്ഷെ സിന്ദൂറിന്റെ ആ ഒരു വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയ ഒരു വാർത്ത, അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നക്സലുകൾ കുറച്ചെങ്കിലും അവശേഷിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഛത്തീസ്ഗഡിലെ ബീജാപൂരിലും കാഗറിലും സുക്മയിലും നാരായൺപൂരിലും വെസ്റ്റ് സിഗ്ദുവിലും ഗഡ്ചരോളിയിലും അടക്കം വളരെ കുറെ ഇടങ്ങളിൽ മാത്രം. അതിനിടയിലാണ് നക്സലുകൾ കൂട്ടത്തോടെ സംഘടിക്കുന്നു എന്നൊരു വാർത്ത എത്തുന്നത്. 400-ലധികം വരുന്ന നക്സൽ നേതാക്കന്മാരും കമാൻഡർമാരും അടക്കം കരേഗുഡാലു കുന്നുകളിൽ യോഗം ചേർന്നു. കരേഗുഡാലു കുന്നുകളിൽ യോഗം നടക്കുന്ന വിവരമറിഞ്ഞ് ആ പ്രദേശമാകെ സൈന്യം വളഞ്ഞു. ഈ ഓപ്പറേഷനിൽ 10,000 സൈനികർ അണിനിരന്നു. CRPFന്റെ ഡയറക്ടർ ജനറൽ GP സിംഗ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തതിന് നേതൃത്വം നൽകി. ഏതാണ്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ഓപ്പറേഷൻ കഗാർ ആരംഭിച്ചു. ആ ഓപ്പറേഷനിൽ 214 നക്സൽ താവളങ്ങളും ബങ്കറുകളും തകർക്കപ്പെട്ടു. 450 IEDകൾ പിടിച്ചെടുത്തു. 818 BGL ഷെല്ലുകളും 899 ബണ്ടിൽ കോഡക്സ് പിടിച്ചെടുത്തു. ഒപ്പം തന്നെ ഡിറ്റനേറ്ററുകളും പിടിച്ചെടുത്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് നടന്നത്. അവിടെ അനവധി നക്സലുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. നാളിതുവരെ ഈ മേഖലകളിൽ നക്സലിസത്തിന്റെ ചെങ്കൊടി മാത്രമാണ് പാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ത്രിവർണ പതാക പാറിക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകി അമിത്ഷാ പലപ്പോഴും ഈ നക്സൽ മേഖലകളിൽ നേരിട്ട് ചെന്ന് നക്സൽ നേതാക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ്. സുക്മയിലെ നക്സൽ നേതാവിന്റെ കുടുംബത്തിന് അടുത്ത് തന്നെ, കുടുംബ വീട് നിൽക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ സാക്ഷാൽ അമിത്ഷാ തന്നെ നേരിട്ട് പോയി പറഞ്ഞത് തീർത്ത് കളയും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ കുറച്ചു പേർ കൊല്ലപ്പെട്ടു, കുറച്ചു പേർ കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഏതായാലും 2026 മാർച്ച് 31-നകം ഈ രാജ്യത്ത് നക്സലിസം ഇല്ലാതാക്കുമെന്ന് നരേന്ദ്രമോദി സർക്കാർ എടുത്ത പ്രതിജ്ഞ അത് പൂർത്തിയാകുകയാണ്. ഏതായാലും 2026 മാർച്ചിന് മുൻപ് തന്നെ ഈ രാജ്യത്തുനിന്ന് നക്സലിസം ഇല്ലാതാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും അവരുടെ ഒരു വലിയ കോട്ട, അല്ലെങ്കിൽ അവരുടെ ഈ കമാൻഡർമാർ, എല്ലാ വിവിധ നക്സൽ സംഘടനകളിലുള്ള കമാൻഡർമാരെല്ലാം കൂടി നടന്ന ഒരു യോഗമായിരുന്നു ഈ നടന്ന കരേഗുഡാല കുന്നുകളിൽ നടന്നത്. അവിടെയാണ് നമ്മുടെ ഓപ്പറേഷൻ കഗർ അവസാന നിമിഷത്തിൽ നടത്തുകയും വലിയ രീതിയിൽ തന്നെ ഒരു സൈനിക ഓപ്പറേഷൻ. ഇതിനെക്കുറിച്ച് അമിത്ഷാ തന്നെ പറയുന്നത് 288 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ നടന്ന ഓപ്പറേഷൻ, ഒരു വലിയ ഓപ്പറേഷൻ, ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് നടന്ന ഒരു വലിയ നക്സൽ വിരുദ്ധ ഓപ്പറേഷൻ. ആ ഓപ്പറേഷന്റെ വാർത്തയാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടും ചർച്ചയും.